യുവരാജ് ഗോകുൽ, ഈ പണം ആർക്ക് കൊടുക്കണം എന്നൊന്നും വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നില്ല. പക്ഷേ സെക്രട്ടറി തല ശുപാർശയായിരുന്നു ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നത്. മറ്റൊന്ന്, ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വരുന്നു. IT പാർക്കുകളിൽ ബാറുകൾ കൊണ്ടുവരുന്ന കാര്യം പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ ഉപരിതലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വിവാദവും പുറത്തു വരുന്നത്. എവിടെയൊക്കെയോ ഒരു പൊരുത്തം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും കൃഷ്ണമാറിയ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനിമോൻ അത് മാറ്റി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മാറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ശബ്ദ സന്ദേശം തൻ്റേതല്ല, ഇത് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആ വിഷയത്തിനകത്ത് ചർച്ച കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നതിനകത്ത് ആധികാരികതയുണ്ടായിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വന്നിട്ട് അത് ഫേക്കാണ് എന്ന് പറയാൻ പറ്റാത്ത തലത്തിലേക്ക് അവരെ കൊണ്ട് കുരുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാറ്റി പറഞ്ഞിട്ട് അത് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ആ ശബ്ദ സന്ദേശം പ്ലേ ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നയം വരുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാവർത്തികമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ പുതിയ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നോന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ നയം വരുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്, കച്ചവടം കൂടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായിട്ട് തന്നെ അവർ പറയേണ്ടതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അനിമോൻ ആ ശബ്ദ സന്ദേശത്തിൽ, ഏതാണ്ട് 3 മിനിറ്റുള്ള ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല ഇതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ. ഈ മുന്നണി കൃത്യമായിട്ടും എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിടത്ത് നടക്കുന്ന അഴിമതി അതുപോലെ കോപ്പി അടിച്ചുകൊണ്ട് വന്ന് മറ്റൊരിടത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിൽ നിന്ന്. കാരണം ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും ആ വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കൃത്യമായിട്ടും ഇത് തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ശ്രീ ജയരാജ് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് പോളിസി ഫോമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പോളിസി ആകാൻ പോകുന്നേ ഉള്ളൂ, പ്രീ പോളിസി ഡിസ്കഷനിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രീ പോളിസി ഡിസ്കഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ കൊടുത്ത കാശിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ന് ഡൽഹി മദ്യനയത്തെ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സമാനമാണ് ഇവിടെയും. കാരണം ഒരു നയം ഫോമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഈ പറയുന്ന കച്ചവടക്കാരെ എങ്ങനെ സ്വാധീനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് അത് സ്വാധീനിക്കുന്ന തലത്തിലാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ആ നയം രൂപീകരിക്കുന്ന തലത്തിലേക്ക് ആ സാധനം കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ അത് കോഴ വാങ്ങി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് നയം ഫോമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇതിപ്പോൾ അവർ ചെയ്തു തന്നെയാണ് ഇവർ ചെയ്യുന്നത്, അവരെ പോലല്ല ഞങ്ങൾ എന്നൊന്നും പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന 1039 ബാറുകൾ എന്താണ് ഉള്ളത്. 2.5 ലക്ഷം രൂപ വെച്ച് ഒരാൾ കൊടുത്തു വരുമ്പോഴേക്ക് ഏതാണ്ട് 25 കോടി രൂപയാണ് ഈ പറയുന്ന ബാർ മുതലാളിമാരുടെ നിന്ന് ഇവർ വാങ്ങാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഡ്രൈ ഡേകൾ ഒഴിവാക്കി കൊടുക്കുന്നു. എന്തിനായിരുന്നു നമ്മുടെ നാട്ടിൽ ഡ്രൈ ഡേകൾ കൊണ്ടുവന്നിരുന്നത്? അത് ഒരു പരിധിവരെ 1-ാം തീയതിയൊക്കെ കിട്ടുന്ന ശമ്പളം അതുപോലെ തന്നെ വീടുകളിൽ എത്തുവാനും കുടുംബങ്ങൾ സുരക്ഷിതമാകുവാനും സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം വീടുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രൈ ഡേ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ ബാറുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്ന ഒരു സുരക്ഷയുടെ കൂടി പ്രശ്നമായിരുന്നു. അപ്പോൾ അത് നീട്ടിക്കൊടുക്കാം. ഡൽഹിയിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? സമാനമായിരുന്നു. 3 മണി വരെ ബാറുകളും ഈ പറയുന്ന ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ച് കൊടുക്കാം എന്ന് പറയുന്ന തലത്തിലേക്കായിരുന്നു അവിടെയും ഫോമുല കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് അഴിമതിയുണ്ട്. ഈ വിഷയത്തിനകത്ത് അഴിമതി എവിഡൻ്റ് ആണ്. ഇതിനകത്ത് എങ്ങനെ വിലക്കം പറഞ്ഞിരുന്നാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വേറെന്തെങ്കിലുമൊക്കെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചും ഈ നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും കുറച്ചുകൂടെയും പൊതുജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാകും എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല.